നമ്മൾ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നമ്മുടെ മുസ്ഹഫില് ഇതുപോലെ ഒരു അടയാളം നമുക്ക് കാണാം. മദ്ദിന്റെ അടയാളമാണത്. മദ് എന്ന് പറഞ്ഞാൽ ദൈർഘ്യം. മദ് എന്ന് അറബിയിൽ എഴുതുന്നത് ഇങ്ങനെയാണ്. ഇതിൽ നിന്നാണത്രേ ഈ അടയാളം ഉണ്ടായിരിക്കുന്നത്. അത് ഖുർആനിൽ നേരത്തെ ഉള്ള അടയാളമല്ല. തജ്വീദ് നിയമവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഖുർആൻ പാരായണം എളുപ്പമാക്കുന്നതിന് വേണ്ടി വന്ന അടയാളമാണ്. 3 ആളുകൾക്ക് മുകളിലാണ് ഇയാൾ വരിക. ഒന്ന് അലിഫ്, രണ്ടാമത്തെ ആള് വാവ്, മൂന്നാമത്തെ ആള് യ. കാരണം ഇവരാണ് ഹുറൂഫുൽ മദ്, മദ്ദക്ഷരങ്ങൾ. എന്നാൽ എല്ലാ ദൈർഘ്യം കൊടുക്കേണ്ട ഇടങ്ങളിലും ആരുണ്ടാവില്ല? ഈ പറഞ്ഞ അടയാളം ഉണ്ടാവില്ല. സാധാരണ ദൈർഘ്യം എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ഇപ്പൊ മലയാളത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ ആന, ഈച്ച, നമ്മൾ നമുക്കറിയാം ഈ ആ എന്നൊക്കെ ഉള്ളിടത്ത് എത്ര വരെ നീട്ടാം. ഈച്ച എന്നൊരാൾ പറയുകയാണെങ്കിൽ നമ്മൾ പറയുന്നത് ആൾക്കെന്തോ കുഴപ്പമുണ്ട്. എന്നാൽ ഖുർആനിലേക്ക് വരുമ്പോ ഈ പറഞ്ഞ സാധാരണ ദൈർഘ്യത്തെക്കാൾ കൂടുതൽ ദൈർഘ്യം കൊടുക്കേണ്ട ചില സന്ദർഭങ്ങളുണ്ട്. അവിടെയാണ് നമ്മൾ ഇയാളെ കാണുക. അലിഫ്, വാവ്, യ, ഈ 3 മദ്ദക്ഷരങ്ങൾക്ക് ശേഷം ഹംസ വരിക, അല്ലെങ്കിൽ ഷദ് ഓർ സുക്കൂൻ. ഈ പറഞ്ഞ 2 സന്ദർഭങ്ങളിൽ മാത്രമാണ് മദ്ദക്ഷരങ്ങൾക്ക് മുകളില് ഇയാളുണ്ടാവുക. അവിടെയാണ് നമ്മൾ സാധാരണ ദൈർഘ്യത്തെക്കാൾ കൂടുതൽ ദൈർഘ്യം കൊടുക്കേണ്ടത്. ഈ ശബ്ദ സുക്കൂൻ എന്ന് പറയുന്നത് ഒരേ ഗണത്തിലാണ്. അതുകൊണ്ട് നമ്മൾ ഒരുമിച്ച് തന്നെ പറഞ്ഞാൽ മതി. ഉദാഹരണം നോക്കാം. ഇപ്പൊ ജാ, മദ്ദക്ഷരമായ അലിഫിന് ശേഷം ഹംസ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് മുസ്ഹഫില് ഇവിടെ ഈ ഒരു അടയാളം കാണാം. മദ്ദക്ഷരത്തിന് ശേഷം ഹംസയാണ് വരുന്നത് എങ്കിൽ അവിടെ നമ്മൾ 4 or 5 ഹറക്കാത്തുകൾ ഉച്ചരിക്കേണ്ട സമയം ദൈർഘ്യം കൊടുക്കുക. എന്നാൽ രണ്ടാമത്തെ ആളെ നോക്കിയാട്ടെ, ഹാക്ക. ഇവിടെ മദ്ദക്ഷരത്തിന് ശേഷം ഷദ് വന്നിട്ടുണ്ട്. ഷദ് എന്ന് പറയുമ്പോൾ സുക്കൂൻ പ്ലസ് ഹറക്കയാണ്. മദ്ദക്ഷരത്തിന് ശേഷം സുക്കൂനോ ഷദ്ദോ ആണ് കാണുന്നത് എങ്കിൽ നമ്മൾ അവിടെ 6 ഹറക്കാത്തുകൾ ഉച്ചരിക്കേണ്ട സമയം ദൈർഘ്യം കൊടുക്കുക.